ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മൾ മെയിനായിട്ട് നമ്മൾ വീട് വയ്ക്കുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും മെയിൻ ബെഡ്റൂമിൽ അല്ലെങ്കിൽ എല്ലാ ബെഡ്റൂമുകളിലാണെങ്കിലും നമ്മൾ 2 വേ സ്വിച്ച് കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. 2 വേ സ്വിച്ച് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഒരു ലൈറ്റും ഒരു ഫാനും നമ്മൾ റൂമിൽ നിന്ന് എൻട്രൻസിൽ കയറുന്ന സ്ഥലത്തും അതുപോലെ തന്നെ ബെഡിൻ്റെ ഏരിയകളിൽ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളിൽ നമ്മൾ 2 വേ കൺട്രോളിംഗ് ആണ് ചെയ്യുന്നത്. അതായത് ഫ്രണ്ടിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യണം, നമ്മൾ ഈ റൂമിലേക്ക് കയറുന്ന വഴി ഓപ്പറേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ബെഡിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ 2 വേ സ്വിച്ചാണ് കൊടുക്കുന്നത്. ഈ 2 വേ സ്വിച്ച് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത് ഒന്ന് ലൈറ്റിനും രണ്ടാമത് ഫാനുമാണ് കൊടുക്കുന്നത്. ഇനി 2 വേ സ്വിച്ച് കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാം, അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. 2 വേ സ്വിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാം. അതായത് നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. സാധാരണ സ്വിച്ചുകളെ അപേക്ഷിച്ച് 2 വേ സ്വിച്ചിന് 2 ആരോ മാർക്ക് കൊടുത്തിരിക്കുന്നുണ്ടോ, മുകളിലായിട്ട് 2 ആരോ മാർക്ക്, മുകളിലും താഴെ ഓരോ ആരോ മാർക്ക്. അത് ഓരോ കമ്പനികളെ അപേക്ഷിച്ച് വ്യത്യാസപ്പെടുത്തിയിരിക്കും. എന്നാലും 2 വേ സ്വിച്ച് 2 മാർക്കിങ് ഓൾറെഡി നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ 2 വേ സ്വിച്ചിൻ്റെ ബാക്ക് സൈഡ് നോക്കിയാൽ തന്നെ കണ്ടോ 3 പോളുകളാണുള്ളത്, 3 സ്ക്രൂ നിങ്ങൾ കാണാൻ സാധിക്കും. എന്നാൽ 1 വേ സ്വിച്ചിന് നോക്കിക്കഴിഞ്ഞാൽ 2 പോളുകളാണുള്ളത്. അപ്പോൾ 3 പോളുകളുള്ളത് ഓൾറെഡി 2 വേ സ്വിച്ചാണ് വരുന്നത്. ഈ 2 വേ സ്വിച്ചാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ഫാനിൻ്റെ ആദ്യത്തെ നമ്മൾ 2 വേ സ്വിച്ച് ഉപയോഗിക്കുന്നത് ഏറ്റവും ആദ്യത്തെ ഉപയോഗിക്കുന്നത് ലൈറ്റിന് വേണ്ടിയിട്ടും തൊട്ടപ്പുറത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ഫാനിന് വേണ്ടിയിട്ടാണ്. ഇനി ഈ 2 വേ സ്വിച്ചിലെ കണക്ഷൻ കൊടുക്കുന്നത് ഇൻവെർട്ടർ കണക്ഷനാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ കറണ്ട് പോകുന്ന സമയത്ത് ഇൻവെർട്ടർ വർക്ക് ചെയ്യുമ്പോൾ ഇൻവെർട്ടറിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ഈ 2 വേ സ്വിച്ച് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇൻവെർട്ടറിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എൻട്രൻസിൻ്റെ സ്വിച്ച് ബോർഡ് ആയതുകൊണ്ട്, അതായത് റൂമിലേക്ക് കയറുന്ന സ്വിച്ച് ബോർഡ് ആയതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലാണ് അതിൻ്റെ ഫേസ് കൊടുക്കുന്നത്. ബാക്കി 2 വേ സ്വിച്ചിൻ്റെ 2 വേയുടെ 2 ലീഡുകൾ 2 വേയുടെ 2 വ്യത്യാസം കാണാൻ സാധിക്കും. 2 വേയുടെ 2 വയറുകൾ വന്നതിന് ശേഷം നേരെ നമ്മുടെ ബെഡ് സ്വിച്ചിലേക്കാണ് പോകുന്നത്. ആ വീഡിയോ നമ്മൾ അടുത്ത ദിവസം ചെയ്യുന്നതായിരിക്കും. അതായത് റെഗുലേറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത് ഏരിയ ഇതേപോലെ തന്നെ 2 വയർ നേരെ ആദ്യത്തെ 2 വേ സ്വിച്ചിൽ ഇതേപോലെ താഴെ മുകളിലും കൊടുക്കുന്നു. അതിൻ്റെ സെൻറ്ററിൽ നിന്നാണ് റെഗുലേറ്ററിലേക്ക് പോയിട്ട് റെഗുലേറ്ററിൽ നിന്ന് നേരെ ഫാനിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെയാണ് തൊട്ടുപുറത്ത് വരുന്നത്. ഇവിടെ നമ്മൾ ഇൻവെർട്ടർ ഫേസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ സാധാ ഫേസ് കൊടുക്കുന്നു. അതടുത്ത് ബെഡ് സ്വിച്ചിലാണെങ്കിൽ നമ്മൾ ലൈറ്റിൻ്റെ ലീഡുകൾ ആ സ്വിച്ചിൻ്റെ സെൻറ്ററിൽ നിന്നാണ് കൊടുക്കുന്നത്. പിന്നെയെല്ലാം നമ്മൾ ബാക്കിയെല്ലാം കൊടുത്തിരിക്കുന്ന 1 വേ സ്വിച്ചുകളാണ്. ഈ 1 വേ സ്വിച്ചുകൾ നമുക്ക് സാധാ ഫേസാണ് കൊടുത്തിരിക്കുന്നത്. സാധാ ഫേസ് നമ്മൾ കൊടുത്തു. അതിനുശേഷം നമ്മൾ ലീഡുകൾ ലൈറ്റിൻ്റെ ലീഡ് വേണമെങ്കിൽ ലൈറ്റിൻ്റെ ലീഡ് ആദ്യത്തെ ഒരെണ്ണം മാത്രം നമ്മൾ വീണ്ടും ഒരു ഇൻവെർട്ടർ ഫേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ലൈറ്റ് ഇൻവെർട്ടറിലും ഒരു ഫാൻ ഇൻവെർട്ടറിലും വേണ്ടിയാണ് നമ്മൾ ഈ റൂമിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം വരുന്നത് 1 വേ സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. 1 വേ സ്വിച്ച് ആകുമ്പോൾ സിമ്പിൾ കണക്ഷനാണ്. താഴെ നിന്ന് എല്ലാം ലിങ്ക് ചെയ്തു. അതിനുശേഷം മുകളിൽ നിന്ന് ഏതാണോ കൺട്രോൾ ചെയ്ത് വരുന്നത്, പക്ഷേ അതിന് വേണ്ട ലൈറ്റ് ലീഡുകൾ ഏതാണോ അത് നമ്മൾ അതിലേക്ക് കൊടുക്കുന്നു. പിന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മോഡ്യൂൾ എന്ന് വെച്ചാൽ 8 മോഡ്യൂളുടെ കർവ്, ഗോൾഡ് മെഡലിൻ്റെ കർവ് എന്ന് പറയുന്ന സ്വിച്ചിൻ്റെ മോഡലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗോൾഡ് മെഡലിൻ്റെ പുതിയ മോഡലാണ് കർവ് എന്ന് പറയുന്ന മോഡൽ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു പ്ലേറ്റ് കൂടി വരുന്നുണ്ട്. നല്ല സ്ട്രോങ് മെറ്റീരിയലാണ്, നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. കംപ്ലയിൻറ്റ്സ് ഏകദേശം ഒരു നല്ല ശതമാനം കുറവുണ്ട്. എത്ര വർഷങ്ങളായിട്ടുള്ള ഒരു 10 വർഷത്തിനടുത്തായിട്ട് നമ്മൾ യൂസ് ചെയ്തതിന് കംപ്ലയിൻറ്റ്സ് മാക്സിമം കുറവ് കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വിശ്വസിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ തന്നെയാണ്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.